നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. മുൻകാലങ്ങളിൽ താന്ത്രിക വിദ്യയും യോഗയും പഠിക്കാൻ വിദേശികൾ ഇന്ത്യയിലേക്കാണ് വന്നത്. ഇന്ന് യോഗ വൻതോതിൽ വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്. നിരവധി യോഗ പരിശീലന കേന്ദ്രങ്ങളുണ്ടാവും. ഒരു കാലഘട്ടത്തിൽ തന്നെ ചന്ദ്രസ്വാമിയും ധീരേന്ദ്ര ബ്രഹ്മചാരിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണയിച്ച ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പുറത്തേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ആ യോഗ എന്നോ യഥാർത്ഥ യോഗ? ശ്രീ സച്ചിദാനന്ദ ചർച്ച. നമുക്കിപ്പോൾ പഴനിയിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്നും അരവണ പായസം കിട്ടും, പുറത്തുനിന്നും കിട്ടും. അപ്പം അറിയുന്നവർ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ക്യൂ നിന്നിട്ട് അരവണ പായസം പഴനിയിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വാങ്ങിക്കും. തീർത്തും അടുപ്പമില്ലാത്തവർക്ക് ചിലപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാ വിഷയത്തിലും കച്ചവടം ഉണ്ടാകും. കച്ചവടമില്ലാത്തൊരു വിഷയമില്ല. കാരണം മുതലാളിമാരുടെ കയ്യിൽ ഹൃദയം കൊടുത്താൽ പോലും അവർ അത് കച്ചവടം ചെയ്യും. അപ്പോൾ യോഗ പഠിച്ചവർ എല്ലാവരും യോഗ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ആദ്യം പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ പഠിക്കണം. അത് ബേസായിട്ട് എടുക്കണം. യമനിയമങ്ങൾ അതിൽ പറഞ്ഞ അഹിംസ, സത്യം, അസ്തേയം, കക്കരുത്, അപരിഗ്രഹം, ആവശ്യത്തിലധികമായി സ്വത്ത് സമ്പാദിക്കരുത്, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് പ്രത്യേകിച്ചിട്ട് ഈ മനുഷ്യൻ്റെ രേതസ് ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണെന്നുള്ള ഒരു സിദ്ധാന്തത്തിലാണ് അതുണ്ടായത്. പിന്നീട് വളർന്ന് ഗൈനക്കോളജിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളർന്ന് വളരെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ രക്തത്തിൻ്റെ പമ്പിങ് മാത്രമേ നമ്മുടെ ജനനേന്ദ്രിയത്തിലേക്ക് വേണ്ടു, പൂർണ്ണമായിട്ട് ബ്ലഡ് വേണ്ട എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യം, ആ കാലത്ത് ബ്രഹ്മചര്യം. പിന്നെ ഉള്ളത് നിയമം, ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ ശുദ്ധി, ആത്മാവിനും ഹൃദയത്തിനും ബാഹ്യമായിട്ടും. അതിന് ഇസ്ലാമികമായി പറഞ്ഞാൽ ശരീഅത്ത് എന്ന് പറയും, ഹക്കീക്കത്ത് എന്ന് പറയും. ആന്തരിക ശുദ്ധിക്ക് ഹക്കീക്കത്തും ബാഹ്യമായതിന് ശരീഅത്ത് എന്ന് പറയും. അപ്പോൾ ശൗചം. അടുത്തത് സന്തോഷം, എപ്പോഴും ഉള്ളത് കൊണ്ട് സന്തോഷവാനായിരിക്കണം. തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദ്വന്ദ്ങ്ങളെയും സഹിക്കാനുള്ള കഴിവുണ്ടാവണം. ദാരിദ്ര്യമായാലും വീട്ടിലായാലും വെളിയിലായാലും പ്രശ്നം ഉണ്ടാക്കരുത്. വലിയ പൈസക്കാരനായാലും അതിൻ്റെ അഹങ്കരിക്കരുത്. ഈശ്വര പ്രണിധാനം, എവിടെയെങ്കിലും ഒരു ദിക്കിൽ അർപ്പിക്കണം. പ്രണിധാനം എന്ന് പറഞ്ഞാൽ അർപ്പിക്കൽ. എവിടെയെങ്കിലും നിങ്ങൾ പാർട്ടി ഓഫീസിൽ അല്ലെ പാർട്ടിയിലേക്ക് സ്വന്തം മാർക്സിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് പാർട്ടിയായാലും ബി ജെ പിയിൽ അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ തത്വസമിതിയിൽ, കേഡർഷിപ്പിൽ അതിലൊക്കെ അർപ്പിക്കുക. അല്ലെങ്കിൽ വേറെ വല്ല ദൈവം കൊണ്ട് അർപ്പിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ ശൂന്യതയിൽ അർപ്പിക്കുക. ഇത് നിർബന്ധമായിട്ട്. ഈ ബേസ് ഇല്ലാത്തവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. ബേസ് ഇല്ലവർ മാർക്കറ്റ് ചെയ്യില്ല. നമ്മള് ഇപ്പൊ അമ്പലത്തിന്റെ അടുത്ത് പോകുമ്പോൾ അമ്പലത്തിനെ ധ്യാനിക്കുക, പിന്നെ പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് പോകുമ്പം അത് കുറേ ആളുടെ കൂട്ടായ്മയാണ്. അങ്ങനെയുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നമ്മളെ ഈ ലോകത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. പിന്നെ എന്താ വെച്ചാൽ ഓരോ അമൃതാനന്ദമയ്യോ അല്ലെങ്കിൽ ആൾദൈവങ്ങളോ അല്ലെങ്കിൽ മറ്റിടത്തോ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വ്യാകുലതയും വെപ്രാളവും കൊണ്ടാണ്. എവിടെ പോയാലും നമ്മൾക്ക് രക്ഷ എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ആ ഒരു കെട്ടുപാടുകളിലാണ് നമ്മൾ മനസ്സില്ലത്. മനസ്സെപ്പോഴും ഇത് നിർമ്മലമായിട്ട് നിൽക്കുന്നില്ല. അതെപ്പം ചഞ്ചലമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് നമ്മൾക്ക് ആശ്വാസം എന്നുള്ളത് കണ്ട് ഇപ്പം മാതാമൃതാനമായി കെട്ടിപ്പിടിക്കുന്ന പറയുന്നത് അവർക്കൊരു ആശ്വാസം വരുന്ന ആർക്ക്? ഈ കെട്ടിപ്പിടിക്കുന്ന ആൾക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാവുന്നു. അതിലെന്താണുണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ എവിടെ പെട്ടിപ്പിടിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ ഏതാണോ വിശ്വസിക്കുന്നത് അതിൽ ചഞ്ചലമായി, അതിൽ 100% ധ്യാനിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിലൂടെ നമ്മൾക്ക് വിജയം ഉണ്ടാവും. ഒരാള് സ്ഥിരം മദ്യപാനി 6 മാസം മാലയിട്ട് കഴിഞ്ഞാൽ മദ്യപിക്കുന്നില്ല. ആ മനുഷ്യന് ശബരിമല എത്തിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് ദൈവത്തിനെ കാണാനില്ല അവസരമില്ല. പിടിച്ച് വലിച്ച് മറിച്ചങ്ങ് ഇട്ട് കളഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനോ ഒരു രാഷ്ട്രീയ നേതാവ് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് നിന്ന് തൊഴാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. ഇതാണോ സത്യസന്ധമായ ദൈവം? ഇതാണോ സത്യസന്ധമായിട്ട് നമുക്ക് കിട്ടുന്ന സമാധാനം? അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്ത്രീനെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ എന്ത് നിർവൃതി ഉണ്ടാവുന്നുള്ളത് അത് വെറും കപട സ്നേഹാന്നല്ലാതെ അതിൽ നമുക്ക് വേറൊന്നും കിട്ടാനില്ല. ഇതൊരു മനസ്സിന്റെ ഒരു അദൃശ്യ ശക്തിയും ഇതിലില്ല. ശബരിമല ഒരു അദൃശ്യ ശക്തിയില്ല, അമൃതാനന്ദമയിന്റെ അടുത്തും ഇല്ല, യോഗയിലും ഇല്ല. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന അദൃശ്യ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്നത്. എനിക്ക് ഇദ്ദേഹത്തിനോട് തോന്നുന്ന അദൃശ്യ ശക്തി ഞാൻ അംഗീകരിക്കുന്നത്. നേരെ മറിച്ച് എല്ലാരും കൂടി പറഞ്ഞ് നമ്മൾ ശബരിമലയിൽ പോയി മദ്യപാനം നിർത്തി സിഗരറ്റ് വലി നിർത്തി വേറൊരു കേസും ഇല്ല. നമ്മൾ അവിടെ പോയി നമുക്ക് കിട്ടുന്ന റിപ്ലൈ സാധാരണ ഒരു പൗരനോ ഒരു ഭക്തനോ കിട്ടുന്നതല്ല. പിന്നെ നമുക്ക് അതിൽ എന്ത് ആത്മസംതൃപ്തി, സത്യസന്ധവും തുല്യതക്കുമാണ് നമുക്ക് തൃപ്തി വേണ്ടത്. അല്ലാതെ പാർഷ്യാലിറ്റിക്കല്ല നമ്മൾ തൃപ്തി. അമൃതാനന്ദമയിന്റെ അടുത്ത് വിദേശി വന്ന ഉടനെ കെട്ടിപ്പിടിച്ചു, ഞാൻ പോയാൽ എന്നെ പിടിക്കണമെന്നില്ല.
അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, ശരി. ഭക്തി തുല്യതയല്ലേ? ശരി. ഭക്തിക്ക് സമത്വല്ലേ? ശരി, ഈ മദ്യം കഴിക്കുന്നവര് ഡെറ്റോൾ വെച്ചിട്ട് അതല്ല, സാമാന്യമായ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥക്ക് സത്യത്തിൽ ഒരുപാട് അവസരങ്ങൾ, അതായത് ഒരാളെ വീക്ക് പോയിന്റ് നമ്മൾ മനസ്സിലാക്കി അവരെ ചൂഷണം ചെയ്യുന്നല്ലാതെ അതിലൊരു സത്യസന്ധത ഈ കാര്യത്തിൽ ഇല്ല. മദ്യം കഴിക്കുന്ന ആള് ഈ ശബരിമലക്ക് പോകാൻ നിർത്തുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പേടി, ഒരു ഭയഭക്തി. അത് അവിടെ പോയി ഞാൻ മദ്യം തെളിവാണ് മന്ത്രി പോയിട്ട് അരമണിക്കൂർ നിൽക്കുന്നതും സാധാരണക്കാരനെ ഉന്തി വിടുന്നതും. ആടെ പ്രത്യേകിച്ച് പേടിക്കാൻ ഒന്നുമില്ല, അത് നമ്മളെ മനസ്സിന്റേതാണ്, അവിടെ പേടിക്കാനില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് സാധാരണക്കാരനെ ഉണ്ടാവും. അത് അമ്പലങ്ങളിലോ എല്ലായിടത്തല്ല, മന്ത്രിമാരോ മറ്റെല്ലാവർക്കും അവർക്ക് പ്രത്യേക പരിഗണന പല സ്ഥലത്തും. ശ്രീ ആർക്കെ ഇപ്പൊ പല പ്രസ്ഥാനങ്ങളും യോഗ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സ്വകാര്യമായി ചെയ്യുന്നതിന് പകരം നമ്മളൊരു ആയിരക്കണക്കിന് ആളുകൾ ഒരേ താളത്തിൽ ഒരേ ശ്വാസത്തിൽ ഒരു മിലിറ്ററി സ്റ്റൈലിൽ യോഗ ചെയ്യുമ്പോൾ അത് വ്യക്തികൾ ഒരു സംഘമായിട്ട് മാറുന്നു. നമ്മൾ ഇന്ത്യ ഗേറ്റിൽ കണ്ടതാണ് 35,000-ഓളം ആളുകൾ. അപ്പോൾ അതൊരു മിലിറ്ററി സ്റ്റൈലിൽ ചെയ്യുന്നതും ഒരു പ്രദർശനപരമായി ചെയ്യുന്നതിനും തമ്മിൽ എന്തെങ്കിലും സ്വകാര്യമായി വ്യക്തി ചെയ്യുന്നതിന് പകരം ആ തരത്തിലേക്ക് നോക്കുമ്പോൾ എന്താ തോന്നുന്നു? അതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? രണ്ട് രീതികളാണ്. കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ രീതി സാമൂഹികമായിട്ട് മൊത്തമായിട്ട് കൺവേർട്ട് ചെയ്യല്, പരിവർത്തനം ചെയ്യല്. പക്ഷെ യോഗേൻ്റെ രീതി ഇൻഡിവിജ്വൽ റെവല്യൂഷനാണ്, വ്യക്തിപരമായിട്ട് മാറ്റിയെടുക്കലാണ്. കാരണം അതിന് തെളിവ് ശ്ലോകം തന്നെയുണ്ട്. ഇപ്പോൾ ഹഠയോഗ പ്രദീപിക്കൽ പറഞ്ഞ് സുരാജ്യേ ധാർമ്മികേ ദേശേ സുഭിക്ഷേ നിരുപദ്രവേ ധനുപ്രമാണ പര്യന്തം ശിലാഗ്നി ജലവർജിതേ ഏകാന്തേ മടികാ മധ്യേ സ്ഥാതവ്യം ഹഠയോഗിന. അപ്പൊ ഏകാന്തമായിട്ട് ആരുടെ ശല്യവും, ജലമില്ലാത്ത സ്ഥലത്ത്, വിഷമങ്ങളില്ലാത്ത, തീയില്ലാത്ത സ്ഥലത്ത്, കുത്തനെ പാറയില്ലാത്ത സ്ഥലത്ത്, വളരെ ചെറിയ വീട്ടിൽ, അടുത്ത ശ്ലോകം പറയുന്നത് ആ വീടിന് ജനലുകൾ പോലും ഉണ്ടാകാൻ പാടില്ല. നീ 12 കൊല്ലം ചുരുങ്ങിയത് ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്ത് മാറിയതിന് ശേഷം മാത്രമേ നീ സമൂഹത്തിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഹഠയോഗ പ്രദീപികൽ. വേണമെങ്കിൽ നിങ്ങൾ ഹഠയോഗ പ്രദീപികൽ 16-ാമത്തെ ശ്ലോകം, ചില പുസ്തകങ്ങളിൽ 12-ാമത്തെ ശ്ലോകം, ഇത് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ യോഗയിൽ ഇന്ദ്രിയത്തിന്റെ മേലെ അധീശത്വം സ്ഥാപിക്കാൻ പ്രത്യാഹാരം എന്ന ഘടകം സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ യോഗ പരിശീലനം നടത്തുമ്പോൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറക്കാൻ ഇത് സഹായിക്കൂലേ? പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ യോഗേന് 8 സ്റ്റെപ്പാണ്. നമ്മൾ വിദ്യാഭ്യാസം മാതിരി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PhD വരെയുള്ള സ്റ്റെപ്പുകൾ നോക്കിയാൽ യോഗ 8 സ്റ്റെപ്പാണ്. അതിന് യമം, നിയമ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. പ്രത്യാഹാരം എന്ന് പറഞ്ഞാല് സ്വവിഷയെ സംയോഗേ ചിത്തസ്യ ഇവേന്ദ്രിയാണാം പ്രത്യാഹാര. അതായത് നമ്മുടെ മനസ്സ് വെളിയിലേക്ക് പായുന്ന മനസ്സിനെ പിന്നോട്ട് വലിക്കലാണ്. പിന്നോട്ട് നിർബന്ധമായിട്ട് വലിക്കണം. അപ്പൊ അക്രമ രാഷ്ട്രീയത്തിന് ഒരു പരിഹാരമല്ലേ യോഗ? അത് കൂത്തുപറമ്പോ മറ്റേ പാനൂരും ഒക്കെ സമാധാന മേഖലയായിട്ട് മാറൂലേ, മഹർഷിയുടെ ആശ്രമം പോലെ? അതുകൊണ്ടല്ല, ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും യോഗ പഠിപ്പിക്കാനുള്ള അർഹതയില്ല. കാരണം അഹിംസ. ഒരാളെയും കൊല്ലാണ്ട് അവർക്ക് രാഷ്ട്രീയം വളർത്താമെന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ? അഹിംസ ഒരാളെ മനസ്സുകൊണ്ട് പോലും ഇന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം ഉണ്ടായാൽ ഈ ആളുകൾ ഇങ്ങനെയുള്ള അക്രമങ്ങളിൽ പോവുകയില്ലല്ലോ. പക്ഷെ അവർക്ക് അതിന് മറ്റു ക്ലാസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ ചെയ്യുന്നത് വേറെ ക്ലാസ് കിട്ടുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ അതിലാവൂല. അങ്ങനെ രാഷ്ട്രീയക്കാർ എങ്ങനെ ആവാൻ പറ്റും? യോഗ ഒരു നല്ല തരത്തില് ഒരു സംഘർഷങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സമൂഹത്തിൽ അതിന് സഹായിക്കൂലേ? ഏറ്റവും സഹായിക്കും. മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ ഏറ്റവും നല്ലതാണ് യോഗ. ഈ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാരും യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കേരളം മാവേലി ഭരിച്ച കാലത്തുള്ള കേരളമായി പോവില്ലേ? ഇത്രക്കൊക്കെ ഇതിലൊരു ആസക്തിയും ഒരു പ്രത്യേക കഴിവും നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇത് ചെയ്താലും നമ്മൾ അയൽക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബന്ധുക്കളായിട്ട് പ്രശ്നം ഉണ്ടാവില്ല, സ്വത്ത് തർക്കം ഉണ്ടാവില്ല, കൊലപാതകം ഉണ്ടാവില്ല. ഇത്രമാത്രം ഒരു ഒന്നും ഉണ്ടാവില്ല. ഇത് സ്വാമി നേരിട്ട് കൊല്ലുന്നു. ഇപ്പൊ നടക്കുന്ന വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് പറയുന്നു, ക്ഷീണായി വീണു എന്ന് പറയുന്നു, കൊലപാതകം എന്ന് പറയുന്നു. ഇത്രയും സംഘർഷം അവിടെ ഉണ്ടാവുമെങ്കിൽ അവര് നയിക്കുന്നിടത്ത് ഇതിൽ കൂടുതലല്ലാതെ എന്തുണ്ടാവും? പിന്നെ നമ്മളെ സ്വാർത്ഥ താല്പര്യങ്ങളാണെല്ലാം.
എന്റെ കാര്യങ്ങൾ നമുക്കുണ്ട്, അത് എന്തുകൊണ്ട് മതിയാക്കുന്നു. അങ്ങനെയുള്ള അക്രമവും കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സ്വാർത്ഥ താല്പര്യം ഓട്ടോമാറ്റിക് ആയിട്ട് പോണം. ഇവര് പറഞ്ഞത് വെച്ചിട്ട് ഇത്രമാത്രം കഴിവ് ഇതിനുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോണം, അല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ട് പോന്നതല്ല, ബ്ലഡിലൂടെ അങ്ങ് പോണം. നമ്മളെ ചർച്ച അവസാനിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇതിന് ഈ തരത്തിൽ സാമൂഹിക സംഘർഷങ്ങൾ കുറക്കുന്നതിന് യോഗ, ജയിലുകളിൽ യോഗ പരിശീലനം നടത്തുന്നുണ്ട്. ആ രീതിയിൽ യോഗ ഫിസിക്കലായിട്ട് ശാരീരികമായി ചെയ്തുകൊണ്ട് മാത്രമല്ല മാനസികമായിട്ട് ഇപ്പോ പറയുന്നത്. അപ്പൊ സംഘർഷം അനുഭവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ വളരെ ശാന്തമായ രീതിയിൽ യോഗ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ? അതിന് യോഗസൂത്രത്തിൽ തന്നെ 4 ശ്ലോകമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫിലോസഫിക്കൽ ബേസ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞത് ഹേയം ദുഃഖമനാഗതം. ഹേയം അതായത് വരാനിരിക്കുന്ന ദുഃഖത്തെയാണ് മാറ്റേണ്ടത്. അപ്പം ചോദിക്കുന്നു എന്തുകൊണ്ട് ദുഃഖമുണ്ടാകുന്നത്? അപ്പോൾ പറയുന്നു ദൃഷ്ടദൃശ്യയോഹോ സംയോഗോ ഹേയഹേതു. കാണുന്നവനും കാഴ്ചയും തമ്മിൽ കെട്ടുപണിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത് പറഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് പറയുന്നത് എന്താ ചെയ്യേണ്ടപ്പോ? അപ്പൊ പറഞ്ഞു വിവേകഗാതീര വിപ്ലവ ഹാനോപായ. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുവിന് സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതാണ് ഈ ഗുരുവിന് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പൊ ഈ ചർച്ചയിലുള്ള ഏറ്റവും വലിയ ചോദ്യം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഗുരുക്കന്മാർക്ക് അവർക്ക് അവരുടേതായ പ്രാവീണ്യം ഉണ്ടോ? എന്താണ് അതിന്റെ അടിസ്ഥാന യോഗ്യത? എന്താണ് ഇതിന്റെ യോഗ്യത? അല്ലേ? അതെ. അപ്പൊ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ജീവിതശൈലി രോഗങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും മൂലം വീർപ്പുമുട്ടുന്ന മലയാളിക്ക് അല്പം ഒരാശ്വാസം നൽകാൻ യോഗ പരിശീലനം സാധിക്കുമെങ്കിലും മലയാളിയുടെ തകരുന്ന മാനസികാരോഗ്യം തിരിച്ചുപിടിക്കാൻ തീവ്രമായ ചികിത്സ തന്നെ ആവശ്യമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജനപക്ഷം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വരുന്നവരെ തൽക്കാലം വിടാം.